എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോവയ്ക്ക ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിന കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയാണ്. ഇനിയും ഈ കോവയ്ക്ക ഒന്ന് കഴുകി എടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് വളരെ മൂത്തുപോയ കോവയ്ക്കയാണ്. മൂത്തിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടി തോരനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇത് ചോറിനോടൊപ്പവും ചപ്പാത്തി, ദോശ, ഇഡ്ഡലി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളി ക്ലീൻ ചെയ്തതും കൂടി ഈ കോവയ്ക്കയോടൊപ്പം തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച കോവയ്ക്കയും ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കോവയ്ക്കയും ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി കിട്ടണം. എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കോവയ്ക്ക എല്ലാം നന്നായിട്ട് വാടി വന്നതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള പീനട്ടും കൂടി ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ചൂടിൽ തന്നെ അതും ഒന്നും കൂടെ മൂത്ത് കിട്ടും. ഈ ഒരു സമയത്ത് പീനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കോവയ്ക്ക റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കപ്പലണ്ടിയും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റുക. അപ്പം കപ്പലണ്ടി അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടായിട്ടുണ്ട്. ഈ സമയം സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് പുതിന ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ സമയം 2 സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാവുന്നതാണ്. ഇത് ഒരു മീഡിയം പുളിയുള്ള തൈരാണ്. ഞാൻ 2 സ്പൂണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്ന് കറക്കിയെടുക്കുക വേണ്ടു. ഇപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നതിനും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നതിനും മുടി കൊഴിച്ചിലില്ലാതെയാക്കുന്നതിനും മുടി നന്നായിട്ട് വളരുന്നതിനും എല്ലാം കോവയ്ക്ക ഒരു പരിധി വരെ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടും. ദഹനത്തിനും കോവയ്ക്ക നല്ലൊരു വെജിറ്റബിളാണ്.
അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാവുന്ന ഒരു വെജിറ്റബിളാണ്. മൂത്തുപോയ കോവയ്ക്ക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എല്ലാ പേർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിപ്പോൾ ഓരോ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.